മുന്നിൽ ഒരു മൈക്ക്, അതിനു മുന്നിൽ വായ പൊളിച്ചിരിക്കുന്ന കുറച്ച് ജനക്കൂട്ടം, ചുറ്റും കുറച്ച് ക്യാമറകൾ കൂടി ഉണ്ടെങ്കിൽ പിന്നെ ചില ആളുകൾക്ക് സ്വന്തം സമനില തന്നെ നഷ്ടപ്പെടും. താൻ ആരാണെന്നും എവിടെ നിൽക്കുകയാണെന്നും എന്താണ് വിളിച്ചു പറയുന്നതെന്നും അവർക്ക് ഒരു ബോധ്യവും ഉണ്ടായില്ല. കയ്യടി കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന ഒരു പ്രത്യേകതരം മൈക്ക് മാനിയ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. പലരെയും ഈ കൂട്ടത്തിൽ നമുക്ക് ഓർമ്മ വരുമെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് കേരളത്തിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരൊറ്റ മുഖമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വലിയ നേതാവ്, വക്കീൽ, സാക്ഷാൽ BRM ഷഫീർ. സ്വന്തം കുടുംബത്തെ വരെ പാർട്ടി വേദിയിൽ വിറ്റ് കാശാക്കാൻ നോക്കി ഒടുവിൽ എയറിൽ കിടന്ന് വട്ടം കറങ്ങുന്ന നമ്മുടെ സ്വന്തം ഷഫീർ വക്കീൽ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ചിരിച്ച അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളിയ ഒരു വീഡിയോ ഉണ്ട്. കഴിഞ്ഞ പോലീസ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞാൻ അസോസിയേഷന്റെ ഭാരവാഹികൾ എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്, ഒരു വോട്ട് നമുക്ക് ചെയ്യിക്കണം. ഞാൻ അയാളെ ബന്ധു എന്ന നിലയിൽ അയാളെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, UDFന്റെ ആളിന് വോട്ട് ചെയ്യണം. ചെയ്തില്ല. സത്യപ്രതിജ്ഞ കഴിഞ്ഞ 3-ന്റെ ഞാൻ വീടിന്റെ കോലായിരിക്കുമ്പോ മഴയത്ത് നനഞ്ഞ് കുളിഞ്ഞ് അയാൾ കയറി വരികയാണ്. കയറി വന്ന് സീറ്റിട്ടുണ്ട് പറയുകയാണ്, എനിക്ക് സ്ഥലം മാറ്റം വാങ്ങി തരണം. എന്റെ അടുത്ത് ബന്ധു എന്റെ ഭാര്യയുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ്. ഞാൻ അവരോട് പറഞ്ഞു, മനസ്സില്ല, അതിന് നീ വേറെ ആളുടെ നോക്കണം. ഇവിടെ രക്തബന്ധത്തിനൊന്നും ഒരു പ്രസക്തിയില്ല, ഇവിടെ ബന്ധുത്വത്തിന് പ്രസക്തിയില്ല. പോലീസ് അസോസിയേഷൻ വേദിയിൽ നെഞ്ചും വിരിച്ചു നിന്ന് BRM ഷഫീർ നടത്തിയ ആ ഗർജനം. എന്തായിരുന്നു പുള്ളിയുടെ വീരവാദം? കഴിഞ്ഞ പോലീസ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാനലിന് വോട്ട് ചെയ്യാൻ ഷഫീർ വക്കീൽ തൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടത്രേ. എന്നാൽ ആ ഉദ്യോഗസ്ഥൻ അതിന് തയ്യാറായില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ ഒരു സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട് വീട്ടിൽ വന്നപ്പോൾ മുഖത്തു നോക്കി ഷഫീർ വക്കീൽ പറഞ്ഞു, എനിക്ക് മനസ്സില്ല എന്ന്. അവിടെയും തീർന്നില്ല അദ്ദേഹത്തിൻ്റെ തള്ളൽ. രക്തബന്ധത്തിനോ കുടുംബ ബന്ധങ്ങൾക്കോ ഒപ്പമിരുന്ന് മദ്യപിക്കുന്നവർക്കോ ഒന്നും താൻ ഒരു വിലയും കൊടുക്കില്ലെന്നും പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചവർക്ക് മാത്രമേ താൻ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ എന്നുമൊക്കെയായിരുന്നു ആ ഗീർവാണം. കേട്ടാൽ തോന്നും ഇദ്ദേഹമാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെന്ന്. ഭരണമില്ലെങ്കിലും താനൊരു ഷാഡോ മുഖ്യമന്ത്രിയാണെന്ന ലെവലിലായിരുന്നു ഈ പുള്ളിയുടെ പ്രസംഗം. പക്ഷേ ഈ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെ ഷഫീർ വക്കീൽ അക്ഷരാർത്ഥത്തിൽ എയറിലായി. കോൺഗ്രസ്സുകാർക്കിടയിൽ താനൊരു വലിയ പവർ സെൻ്റർ ആണെന്ന് കാണിക്കാൻ വേണ്ടി, വെറുമൊരു കയ്യടിക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെ വരെ വെള്ളിയാഴ്ചത്തെ ആടാക്കുന്ന ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം കണ്ട് ജനം മൂക്കത്ത് വിരൽ വച്ചു. ഒരു സ്വകാര്യ ആവശ്യത്തിനു വേണ്ടി വീട്ടിൽ വന്ന സ്വന്തം കുടുംബാംഗത്തെ, അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് രാഷ്ട്രീയക്കാരനായാലും ശരി, 100 കണക്കിന് ആളുകൾക്ക് മുന്നിലിട്ട് പരസ്യമായി അപമാനിക്കാൻ ഇദ്ദേഹത്തിന് എങ്ങനെ തോന്നി? സ്വയം പൊങ്ങാൻ സ്വന്തം കുടുംബത്തെ വിൽക്കുന്നവരെന്ന പേര് സോഷ്യൽ മീഡിയ ഇദ്ദേഹത്തിന് ചാർത്തി കൊടുത്തു. അധികാരത്തിൻ്റെ യാതൊരു കസേരയിലും ഇല്ലാത്ത ഒരു വ്യക്തി, ഞാൻ വിചാരിച്ചാൽ പോലീസുകാരുടെ സ്ഥലം മാറ്റം നടക്കും, അല്ലെങ്കിൽ ഞാൻ തടയും എന്ന് പറയുന്നതിലെ ജനാധിപത്യ വിരുദ്ധതയും അധികാര ദുർവിനിയോഗവും അതിരൂക്ഷമായി വിമർശിക്കപ്പെട്ടു. സത്യം പറയാമല്ലോ, വക്കീലിൻ്റെ പറച്ചിൽ കേട്ട് സ്വന്തം പാർട്ടിക്കാർ പോലും തലയിൽ കൈവച്ചു പോയി. വിമർശനം കടുത്തപ്പോൾ പതിവ് പോലെ ന്യായീകരണ ക്യാപ്സ്യൂളുമായി ഇദ്ദേഹം വീണ്ടും രംഗത്ത് വന്നു. ഇത്തവണ മനോരമ ന്യൂസിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രകടനം. അതിൽ ഇദ്ദേഹം പറഞ്ഞ ന്യായീകരണം കേട്ടാൽ ആരും ചിരിച്ചു പോകും. എനിക്ക് ആ പ്രയാസം മനസ്സിലാവുന്നുണ്ട്. ഞാനവരോട് കാര്യം പറഞ്ഞു, ഇതുപോലെ ഞാൻ മൈക്കിൽ പ്രസംഗിച്ചത് ഒരു ഇൻഡോർ മീറ്റിംഗിന്റെ ഫീലിംഗിൽ പ്രസംഗിച്ചതാണ്. മാധ്യമങ്ങൾ അതൊരു കൊടുത്തോണ്ടിരിക്കണം എന്നുള്ള കാര്യം ഞാൻ സത്യത്തിൽ അറിഞ്ഞിരുന്നില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. കണക്ക് മാറി പിന്നീട്. പക്ഷെ ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, നമ്മുടെ മോശം സമയത്ത് ഇനി ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. കോൺഗ്രസിന് ഭാവിയേ ഇല്ല. ഇനി ഇവിടെ വരുന്ന തുടർഭരണമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആരെങ്കിലും നമ്മളുടെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പരിഗണിക്കേണ്ട സമയം ഇതല്ല. ഭാര്യയുടെ അനുജത്തി പിന്നീട് സംസാരിച്ചോ? പിന്നെ വൈഫിനൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും അത് സങ്കടകരമായ മെസ്സേജ് ആണെന്നും എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് രാവിലെ കേൾക്കട്ടെ എന്ന് ചോദിച്ചു, കേൾപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കേൾക്കണ്ട, നിലപാടിൽ മാറ്റമൊന്നുമില്ല. അതൊരു ഇൻഡോർ മീറ്റിംഗ് ആയിരുന്നു, മാധ്യമങ്ങൾ ലൈവ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നായിരുന്നു വക്കീലിൻ്റെ ആദ്യത്തെ മറുപടി. അതായത് ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ സ്വന്തം കുടുംബത്തെ പിന്നിൽ നിന്ന് കുത്തുന്നതിൽ വക്കീലിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് അർത്ഥം. ഈ അഭിമുഖത്തിൽ തൻ്റെ കുടുംബത്തിലുണ്ടായ ഭൂകമ്പത്തെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. താൻ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ 2 ദിവസം മിണ്ടാതെ ഇരുന്നെന്നും, സഹോദരിയുടെ ഭർത്താവിനെ പരസ്യമായി അപമാനിച്ചതിൽ മനംനൊന്ത് സഹോദരി അയച്ച വോയിസ് ക്ലിപ്പ് ഭാര്യ കേൾപ്പിക്കാൻ വന്നപ്പോൾ
താനത് കേൾക്കാൻ തയ്യാറായില്ലെന്നും വളരെ അഭിമാനത്തോടെ ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. സിഗ്മ മെയിൽ ചമയാനുള്ള ഒരു വിഫല ശ്രമം. തൻ്റെ നിലപാടിൽ മാറ്റമില്ലെന്നും UDF വന്നാൽ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ താൻ സഹായം ചെയ്യൂ എന്നും അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു. കുടുംബത്തിലെ ഒരാളുടെ ആവശ്യമായാലും താൻ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന ആ പൊങ്ങച്ചം പറച്ചിൽ അവിടെയും അദ്ദേഹം തുടർന്നു. എന്നാൽ ഇതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ട വെറും ഒരു വശം മാത്രമാണ്. യഥാർത്ഥ ചിത്രം മറഞ്ഞു കിടക്കുന്നതേയുള്ളൂ. ഒരു വശത്ത് മൈക്കിന് മുന്നിൽ നിന്ന് ഷഫീർ വക്കീൽ വീരവാദം മുഴക്കുമ്പോൾ, മറുവശത്ത് ഈ പറയുന്ന ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ്, ആ പോലീസ് ഉദ്യോഗസ്ഥർ, അയാൾ ഇതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നറിയാമോ? അവിടെയാണ് ഷഫീർ വക്കീൽ ശരിക്കും ഞെട്ടുന്നത്. ഇടതുപക്ഷ സംഘടനയോട് ആഭിമുഖ്യമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു യഥാർത്ഥ പോരാളിയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഷഫീർ വക്കീൽ ഈ പറയുന്നത് പോലെ ഒരു സ്ഥലം മാറ്റത്തിന് വേണ്ടി അയാൾ വക്കീലിൻ്റെ കാല് പിടിക്കാൻ പോയിട്ടില്ല. മറിച്ച് ചില ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിവരമനുസരിച്ച് ആ അളിയൻ്റെ മാസ് ഡയലോഗ് ഇതായിരുന്നു: ഭരണം മാറി എന്ന് കരുതി സഹായം ചോദിച്ച ആരുടെയെങ്കിലും മുന്നിൽ ചെന്ന് കൈനീട്ടാൻ ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല. കേട്ടോ വക്കീലേ, അതാണ് നിലപാട്. അല്ലാതെ മയക്ക് കാണുമ്പോൾ സ്വന്തം കുടുംബത്തെ വിൽക്കുന്നതല്ല നിലപാട്. ഈ അളിയൻ ഒരു ഇടതുപക്ഷ അനുഭാവി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കി ഇടതുപക്ഷ സംഘടനകൾ ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തെ ഉപയോഗിച്ച് കള്ളപ്രചരണം നടത്തുന്ന BRM ഷഫീറിനെതിരെ എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് അയാൾ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും വലിയ പഞ്ച്. ഈ തരംതാണ നുണപ്രചരണങ്ങൾക്കെതിരെ അയാളുടെ വീട്ടിൽ പോയി ചോദിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അയാളുടെ സംസ്കാരമല്ല എൻ്റെ സംസ്കാരം, അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതിരിക്കുന്നു. എന്തൊരു മറുപടിയാണിത്! സ്വന്തം പാർട്ടിക്കുള്ളിൽ നല്ല പിള്ള ചമയാനും നേതൃത്വത്തിൻ്റെ കണ്ണിലുണ്ണിയാകാനും വേണ്ടി ഷഫീർ വക്കീൽ സ്വന്തം അളിയനെ കുരുതി കൊടുത്തതാണെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. പക്ഷേ വിലക്കെടുക്കാൻ കഴിയാത്ത ആ അളിയൻ്റെ മൗനം ഷഫീറിൻ്റെ 1000 പ്രസംഗങ്ങളെക്കാൾ ഉച്ചത്തിൽ നിന്ന് കേരളം കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ BRM ഷഫീർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ പഴയ ചില ട്രാക്ക് റെക്കോർഡുകൾ നമ്മൾ ഓർത്തുപോകും. മൈക്ക് കണ്ടാൽ സമനില തെറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഈ അസുഖം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2023 കണ്ണൂരിൽ വെച്ച് അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ആ പ്രസംഗം കോൺഗ്രസ്സുകാർക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. CPM നേതാവ് P. ജയരാജനെ ആ കേസിൽ കൊടുക്കാൻ സാക്ഷാൽ K. സുധാകരൻ ഇടപെട്ടു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അന്ന് ഷഫീർ വച്ച് കാച്ചിയത്. സ്വന്തം പാർട്ടി പ്രസിഡന്റിനെ തന്നെ കൊലക്കേസ് ഗൂഢാലോചനയിൽ കൊടുക്കാൻ പാകത്തിലുള്ള ഒരു 1.5 പ്രസംഗം. അന്ന് CPM ആ പ്രസംഗം ആയുധമാക്കിയപ്പോൾ അതൊരു നാക്കുപിഴയായിരുന്നു എന്ന് പറഞ്ഞ് തടുതപ്പാൻ ഷഫീർ പെട്ട പാട് കേരളം കണ്ടതാണ്. നാക്കുപിഴകളുടെ തോഴൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഒരു രാഷ്ട്രീയ വേദിയിൽ സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്നതിന് ഒരു സാമാന്യ ബോധം വേണം. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ ഒരു മതപ്രഭാഷണം കേൾക്കുന്നത് പോലെ തോന്നും. അത്രയ്ക്ക് അരോചകവും കൃത്രിമത്വവും നിറഞ്ഞതുമായ ആ ശൈലി കേൾവിക്കാരെ പലപ്പോഴും അലോസരപ്പെടുത്താറാണ് പതിവ്. ഈ തള്ളലുകൾക്കപ്പുറം രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വില എന്താണ്? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കലയിൽ നിന്ന് മത്സരിച്ച ഇദ്ദേഹത്തെ വെറും ഒരു വക്കീൽ ഗുമസ്തനെ പോലെയാണ് അവിടുത്തെ ജനങ്ങൾ കണ്ടത്. CPMൻ്റെ V. ജോയിയോട് 17,000-ലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ തകർന്നടിഞ്ഞത്. ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനവുമില്ലാത്ത, എന്നാൽ പാർട്ടിക്കുള്ളിൽ പവർ ബ്രോക്കർ ചമയുന്ന ഇദ്ദേഹത്തിൻ്റെ തനി നിറം ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിരുന്നു എന്നർത്ഥം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് കൃത്യമായ ഒരു പണി കൊടുത്തു. സീറ്റ് നൽകിയില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന സീറ്റ് പേയ്മെൻറ്റ് സീറ്റാക്കി മറ്റാർക്കോ വിറ്റു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പുകച്ചിലുണ്ടാക്കി. സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കിടിലൻ ഡയലോഗ് ഇറക്കി: ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നും താൽക്കാലികമായി ഒരിടവേള എടുക്കുന്നു. ഇനി എൻ്റെ വക്കീൽ പണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. എന്തൊരു പ്രഹസനമാണിത് സജി! രാഷ്ട്രീയം അദ്ദേഹത്തെ മടുത്തിട്ടല്ല അദ്ദേഹം ഇടവേള എടുത്തത്. മറിച്ച് പാർട്ടിക്കും ജനങ്ങൾക്കും ഇദ്ദേഹത്തെ മടുത്തിട്ടാണ് എന്ന് പറയാതെ പറയുകയായിരുന്നു അദ്ദേഹം. എങ്കിലും ഇടയ്ക്കിടെ ഇത്തരം വേദികളിൽ വന്ന് മയക്ക് പിടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പഴയ തള്ള് വീണ്ടും ഉണരും. ഒന്ന് ഓർക്കുക വക്കീലേ, രാഷ്ട്രീയം എന്നത് ഒരു നാടകമല്ല. സ്വന്തം കുടുംബത്തെയും രക്തബന്ധങ്ങളെയും സുഹൃത്തുക്കളെയും തള്ളിപ്പറഞ്ഞ് നേടുന്ന ഒരു കയ്യടിക്കും അധികം ആയുസ്സുണ്ടാകില്ല. നിങ്ങളുടെ അളിയൻ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, നിങ്ങളുടെ സംസ്കാരമല്ല എൻ്റെ സംസ്കാരമെന്നത്, അതിലെല്ലാമുണ്ട്. ക്യാമറകൾക്ക് മുന്നിൽ നിങ്ങൾ കാണിക്കുന്ന ഈ വ്യാജ ധീരതയും പിന്നാമ്പുറത്ത് നിങ്ങൾ നടത്തുന്ന ഈ വില കുറഞ്ഞ നാടകങ്ങളും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട്
ഇനിയെങ്കിലും മൈക്ക് കാണുമ്പോൾ സ്വന്തം കുടുംബത്തെ വിറ്റ് കാശാക്കാതിരിക്കാൻ ശ്രമിക്കുക. അത്രയെങ്കിലും ഒരു മര്യാദ ഒരു വക്കീലെന്ന നിലയിലെങ്കിലും നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ ഇടവേള ഒരു സ്ഥിരം അവധിയായി മാറാൻ അധികകാലം വേണ്ടി വരില്ല.